ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുൽഗോപി വിത്ത് പൊട്ടറ്റോയാണ്. അതുണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്. കടായി എന്ന് പറയുമ്പോഴത്തേനും ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടാകാൻ വേണ്ടി ഞാൻ സ്റ്റൗ ഓൺ ചെയ്തു. അത് പാത്രം ചൂടായി കഴിയുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കും. ഞാൻ എപ്പോഴും നോൺ സ്റ്റിക്കിലല്ല പ്രിഫർ ചെയ്യുന്നത്. ഞാനിങ്ങനെ ഇതുപോലത്തെ ചട്ടികളോ അല്ലെങ്കിൽ അലൂമിനിയത്തിന് നല്ല കട്ടിയുള്ളതുണ്ടല്ലോ, അങ്ങനെയുള്ള പാത്രങ്ങളാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി ഇനി നമുക്ക് കടുകിടാം. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് സവോള ഇടാം കേട്ടോ. ഒരു സാമാന്യ വലിപ്പമുള്ള സവോളയാണ് ഞാൻ ഉപയോഗിച്ച് വയ്ക്കുന്നത്. ഞാനിപ്പോൾ സവോള വഴന്നു വന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ബിഗ് കാടമനും 2 ചെറിയ ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ നാട്ടിലെ കണക്കനുസരിച്ചാണ്. അവിടെ വെളുത്തുള്ളി ചെറുതാണല്ലോ, സൈസ് ചെറുതാണല്ലോ. നാട്ടിലെ കണക്കനുസരിച്ചാണെങ്കിൽ 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഞാൻ ഒരു തണ്ട് കരിവേപ്പിലയാണ് ചേർക്കുന്നത് കേട്ടോ. ഇവിടെ കിട്ടുന്നതൊക്കെ വലിയ ഇലയായതുകൊണ്ട് ഞാനത് മുറിച്ചാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കരിവേപ്പില ഇടുകയും അത് ആഹാര സമയത്ത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ദൂരെ കളയുകയും ചെയ്യും. ഇത് ചെറുതാകുമ്പോഴത്തേനും നമ്മുടെ കറിയിൽ ഉൾപ്പെടുന്നതുകൊണ്ട് അത് കുറച്ച് നമ്മൾ ആഹാരത്തിൻ്റെ കൂടെ പോവുകയും ചെയ്തു. ഞാൻ ഇതിൻ്റെ കൂടെ 4 ചെറിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇവിടെ അതിന് ബേബി പൊട്ടറ്റോ എന്ന് പറയുന്നത്. നമ്മുടെ UP-ലൊക്കെ ആണെങ്കിൽ ബേബി പൊട്ടറ്റോ എന്നും പറഞ്ഞ് ഒരു സീസൺ ആകുമ്പോൾ കിട്ടും. അത് 4 ചെറുത്. അത് ഇനി നമ്മൾ അരിഞ്ഞിടാൻ പോവുകയാണ്. ബേബി പൊട്ടറ്റോ ഞാൻ കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇടുവാണ്. സ്കിന്നൊന്നും കളയണ്ട കേട്ടോ. കാരണം അത് സ്കിന്നെല്ലാം അത്ര ഹാർഡല്ല സ്കിന്ന്. അതുകൊണ്ട് നമ്മൾ സ്കിന്നൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഒന്ന് വെച്ചാൽ മൂടി വെച്ചിട്ട് പതിയെ ഇരുന്ന് വേഗട്ടെ. ഞാൻ സ്ലോ ഫയറിൽ വെക്കാൻ പോവാണ്. ഇത് നമുക്ക് ശകലം ഉപ്പിടാം. 1 ടീസ്പൂൺ ഉപ്പുണ്ട് കേട്ടോ. ഞാൻ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ചും കൂടെ ഹെൽത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ മോസ്റ്റ്ലി അത് ഉപയോഗിക്കും. പിന്നെ അല്ലാത്ത കല്ലുപ്പുണ്ട്. അത് ഓരോരോ ഭക്ഷണത്തിനനുസരിച്ചാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾ ഉപയോഗിക്കുകയാണ്. ഗ്രേവിയൊക്കെ ഉള്ള കറിയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യും കല്ലുപ്പിടാനായിട്ട്. നമുക്കൊന്ന് ഇളക്കി. ഞാൻ ഇപ്പോഴും സ്ലോ ഫയറിലാണ് ഇരിക്കുന്നത്. ഒരു ലിഡ് വെച്ച് ഞാൻ മൂടി അടച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ, ഞാൻ 1 സ്പൂൺ നെയ്യും കൂടി ഇടും. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇടും. ഇവിടെ ഇത് വെന്തോളും. അപ്പോൾ നമുക്ക് വേറെ പണികളൊക്കെ ചെയ്യാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒരുവിധം കുക്കായി കേട്ടോ. ഞാൻ ചെക്ക് ചെയ്ത് ഇനി നമുക്ക് കോളിഫ്ലവർ ഇടാം. കാരണം കോളിഫ്ലവറിന് കുറച്ച് വേഗമുണ്ടല്ലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം കോളിഫ്ലവറാണ് കേട്ടോ. ഈ കോളിഫ്ലവർ കഴുകുവാരിയെ ഞാൻ കുറച്ച് നേരമായി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തൊന്നും വലിയ വെള്ളമൊന്നും ഊറത്തില്ല കേട്ടോ. ഞാൻ 1.5 ടൊമാറ്റോ അരിഞ്ഞതാണ് ഇടുന്നത്. ഒരു ശകലം ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഇത് ബെസ്റ്റായിരിക്കും. ശകലം മയമൊക്കെ വരും. ഇത് തോരനല്ല, അല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി പർപ്പസ് ഏതിന് വേണമെങ്കിലും ഉപയോഗിക്കാം. ചപ്പാത്തി പർപ്പസിന് ഇത് ഏറ്റവും ബെസ്റ്റായിരിക്കും. ഞാൻ ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു പിഞ്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്, വയലിൻ സ്പൈസസിൻ്റെ. അതുകൂടാതെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിവിടെ ഇരുന്ന്
പതിയെ വേകട്ടെ. അപ്പോൾ ആലു എല്ലാം വെന്ത് കേട്ടോ. ഇത് ഇങ്ങനെ കുത്തി നോക്കുമ്പോഴത്തേനും അറിയാം. ഉരുളക്കിഴങ്ങും വെന്തോ. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തി ഇടുകയാണ്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി നമ്മൾ ശകലം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ശരിയായിക്കോളൂ. പിന്നെ കുറച്ചും കൂടെ കുഴയണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഇതുകൊണ്ട് അങ്ങ് ഇങ്ങനെ ശരിയാക്കിയാൽ മതി കേട്ടോ. ബാക്കി ഇതെല്ലാം വെന്ത് നല്ലതാണ്. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർത്തേക്കണം കേട്ടോ. ഞാനൊക്കെ ഉപ്പ് വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇട്ടിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഉപ്പ് ഇടുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ആൻഡ് പൊട്ടറ്റോ കറി റെഡി ആയിരിക്കുകയാണ്. നല്ല കളർഫുള്ളാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ബെസ്റ്റ് ഫോർ ദ ചപ്പാത്തി. താങ്ക് യു ഫോർ വാച്ചിങ്.